സ്പീഡിൽ പോകാതിരിക്കുക, അതല്ല വിഷയം. അമ്മച്ചൊക്കെ മാറ്റാം, അമ്മച്ചൊക്കെ അറ്റാക്ക് വരുന്നതായി. ആളുകൾക്കല്ല നമ്മളെ കുറ്റം പറയാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഈ സൈലൻസർ നിങ്ങൾ വാങ്ങിയപ്പോൾ ഉള്ള സൈലൻസർ അല്ല, ഇത് രണ്ടാമത് ഓൾട്ടർ ചെയ്തിരിക്കുക. അപ്പോൾ ഇത് എക്സസീവ് സൗണ്ട് പുകയും ഇത് വരുത്തുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഇത്രയും സൗണ്ടിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ സൗണ്ട് കൊണ്ട് എന്താണ് എൻജോയ്മെന്റ് കിട്ടുന്നത്? നമ്മുടെ ചെവി പോകും അല്ലേ? ഓടിക്കുന്ന ആളുടെ ചെവി പോകത്തില്ലേ? കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റും. ഓക്കെ, അതെല്ലാം മനസ്സിലായി. പയ്യെ പോകത്തോളം ഇത് വെച്ചിട്ട് പയ്യെ പോകാനല്ലോ, പയ്യെ പോകാനല്ല. ഇടയ്ക്ക് ക്ലച്ച് പിടിച്ചായിട്ട് ഇത് റേസ് ചെയ്ത ആൾക്കാരെ സ്വന്തം വണ്ടിയാണോ? സ്വന്തം വണ്ടിയാണോ? ആണ്. അപ്പോൾ ഇത് പർപ്പസ്ഫുൾ ആയിട്ടല്ലേ മാറിയത്. സോ ഇതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇത് മാറ്റിയിട്ട് ഇതിന്റെ ഒറിജിനൽ സാധനം ഫിറ്റ് ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് ഹാജരാക്കേണ്ടി വരും. ഫൈൻ അടയ്ക്കണം. ഇദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ്? കോട്ടയത്ത് കാണിച്ചാൽ മതി, ഞങ്ങളത് പേപ്പറാക്കി തരാം. ഈ നമ്പർ പ്ലേറ്റിന്റെ ഫോർമാറ്റ് ഇതല്ല. മാത്രമല്ല ഈ നമ്പർ പ്ലേറ്റ് മാറ്റി 5 നമ്പർ പ്ലേറ്റ് ആക്കിക്കോളൂ. ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് മാറ്റി 5 നമ്പർ പ്ലേറ്റ് ആക്കണം. ഇതിന്റെ സൈസ് ഒന്നും കറക്റ്റ് അല്ല. കേസ് എഴുതിക്കൊന്നും ഇതെന്തിനാണ് ഇതിന്റെ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി? കട്ട് ചെയ്ത് മാറ്റല്ലോ കേട്ടോ. ഓൾട്ടർ ചെയ്ത് അതിന് ഫൈൻ അടിപ്പിക്കും. ഓരോ ഓൾട്ടറേഷനും 5,000 വെച്ച് അടിപ്പിക്കും. അപ്പം ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധി വന്നിരിക്കുന്നത് ഇതുപോലുള്ള എല്ലാ വാഹനങ്ങളും ശക്തമായിട്ട് നടപടിയെടുക്കാനാണ് പറഞ്ഞത്.